ഹായ് 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 നമ്മുടെ എക്സാമിന് ഏറ്റവും പ്രധാനപ്പെട്ട ഡെസിമൽ നമ്പേഴ്സ് ഉണ്ടല്ലോ, ദശാംശ സംഖ്യ. അത് ഉപയോഗിച്ചിട്ട് കൂട്ടാനും കുറയ്ക്കാനും മൾട്ടിപ്പിൾ ചെയ്യാനും ഡിവൈഡ് ചെയ്യാനും മുഴുവൻ നിങ്ങൾ ഈ വീഡിയോയിൽ വെറും 5 മിനിറ്റ് കൊണ്ട് പഠിച്ചെടുക്കാൻ വേണ്ടി പോവാട്ടോ. നമ്മൾ എക്സാമിന് ഉറപ്പായിട്ടും വരുന്ന കാര്യങ്ങളാണിത്. ഇത് മുഴുവൻ പഠിച്ച് നമ്മൾ എക്സാമിന് പോകുകയും ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങളുടെ നോട്ടുകൾ നമ്മൾ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് വഴി കിട്ടും. കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ ലിങ്ക് വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് താഴെ നമ്മുടെ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ടുണ്ട്. അത് വെച്ചിട്ട് എല്ലാവരും കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക കേട്ടോ. പിന്നെ വൈകുന്നേരം നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും, ഇത് മുഴുവൻ സെറ്റാക്കി തരുകയും ചെയ്യും അതിൽ കേട്ടോ. എന്തായാലും നമുക്ക് പെട്ടെന്ന് ഓരോ ചോദ്യങ്ങൾ നോക്കാം. 2.15 3.75 കൂട്ടണം. 2 പോയിന്റുള്ള നമ്പറുകളാ, ദശാംശ സംഖ്യ ഡെസിമൽ നമ്പേഴ്സ് ആണ്. എങ്ങനെ കൂട്ടുക? 2.15 കൂട്ടണം 3.75 ആണ് അല്ലേ. കൂട്ടുമ്പോൾ നമുക്ക് സാധാരണ അറിയുമ്പോൾ താഴ്ത്താഴ് ഏതാണ് ചെയ്യാറ്. പോയിന്റുള്ള നമ്പറുകളാണ് നിങ്ങൾ കൂട്ടുന്നതെന്നുണ്ടെങ്കിൽ താഴ്ത്താഴ് എഴുതുമുണ്ടല്ലോ, അതിന്റെ പോയിന്റുകൾ ഒന്നിന് താഴെ മറ്റൊന്നായിട്ട് വരുന്നുണ്ട് എന്ന് ഉറപ്പാക്കണം. ഇതിന്റെ പോയിന്റ് കണ്ടോ, ഇവിടെയാണ്. അപ്പൊ ഇതിൽ 3.75 പോയിന്റ് ഇതിന് നേരെ താഴ്ത്താഴ് വരുന്ന രൂപത്തിൽ എഴുതണം. എന്നിട്ട് ബാക്കിയുള്ള നമ്പർ എഴുതാം. ഈ പോയിന്റിന് മുമ്പിൽ ഇവിടെ ഒരു 3 ഉണ്ട്, പോയിന്റ് മുമ്പിൽ 3 കൊടുത്തു, ബാക്കിൽ 7 5 ഉണ്ട്, പോയിന്റ് ബാക്കിൽ 7 5 കൊടുത്തു. പോയിന്റിലെ നമ്പറുകൾ കൂട്ടുമ്പോൾ സിമ്പിൾ ആണ്, അത് എഴുതുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അതിന്റെ പോയിന്റുകൾ നേരെ താഴ്ത്തായി വരണം, എന്നിട്ട് കൂട്ടുക. ഇനി കൂട്ടിയാൽ ഉത്തരം കിട്ടുക. ഇതിന്റെ ഏറ്റവും ബാക്കിൽ 5 ഉണ്ട്, ഇതിന്റെ ഏറ്റവും ബാക്കിൽ 5 ഉണ്ട്, 5 5 കൂട്ടിയാൽ 10. 0 ഇട്ട് ഒന്നെടുത്ത പ്ലേസ് മുകളിൽ സാധാരണ കൂട്ടുന്ന പോലെ കൂട്ടിയാൽ മതി. 1 1 കൂട്ടിയാൽ 2, 2 7 കൂട്ടിയാൽ 9. പിന്നെ പോയിന്റും അപ്പോൾ ഉത്തരത്തിൽ അതിന് നേരെ താഴെ പോയിന്റ് തന്നെ കൊടുക്കണം. 2 3 കൂട്ടിയാൽ 5, 5.90 ആണ്. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ കിട്ടുന്ന ഉത്തരം. അങ്ങനെയാണെങ്കിൽ ഇതുപോലത്തെ വേറൊരു ചോദ്യം കൂടെ 7.15 അതുപോലെ 2.85 കൂട്ടണം. അപ്പോൾ കൂട്ടുമ്പോൾ എന്താണ് താഴ്ത്താഴ് എഴുതുമ്പോൾ ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ആദ്യത്തെ നമ്പറിന്റെ പോയിന്റും രണ്ടാമത്തെ നമ്പറിന്റെ പോയിന്റും താഴ്ത്താഴ് വരണം. അങ്ങനെ ശ്രദ്ധിച്ചാൽ മതി. ചിലപ്പോൾ നിങ്ങൾ തരുന്ന നമ്പറിൽ 8 5 ഉണ്ടാവില്ല, 8 ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇങ്ങനെ എഴുതണം. എങ്ങനെ വന്നാലും പോയിന്റ് താഴ്ത്താഴ് വരണം. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ എന്താ ഉത്തരം കിട്ടുക? സാധാരണ പോലെ ഇനി കൂട്ടിയാൽ മതി. 5 5 കൂട്ടിയ 10, 0 ഇട്ടിട്ട് ഒന്ന് അടുത്ത പ്ലേസിന് മുകളിൽ 1 1 2, 2 ഇട്ടിട്ട് കൂട്ടിയ 10, 0 1 അടുത്ത പ്ലേസിന് മുകളിൽ പോയിന്റും. അപ്പോൾ ഉത്തരത്തിൽ എന്താ നേരത്തായ പോയിന്റ് തന്നെ. 1 7 കൂട്ടിയാൽ 8, 8 2 കൂട്ടിയ 10, 10 ആണ് ഇതിന്റെ ഉത്തരമായിട്ട് വരിക. സിമ്പിൾ ചോദ്യം അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇനി അടുത്തത് പോയിന്റുള്ള നമ്പറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് നോക്കാം. അതും സിമ്പിളാണ്. പോയിന്റുള്ള നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്യാനും ഡിവൈഡ് ചെയ്യാനും നിങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ അതിൽ പോയിന്റ് ഇല്ലാത്ത രൂപത്തിൽ അതിനെ എഴുതുക. 2.1 അല്ലേ, 2.1ന്റെ ഇടയിലുള്ള പോയിന്റ് ഒഴിവാക്കിയാൽ എന്താവും? 21 ആവും. അതുപോലെ തന്നെ 2.1 എന്താ 3.7 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് അല്ലേ. 3.7ന്റെ ഇടയിലുള്ള പോയിന്റ് ഒഴിവാക്കിയാൽ എന്താവും? 37 ആവും. അപ്പൊ ഇതിന്റെ പോയിന്റ് ഒഴിവാക്കിയാൽ ഇത് 21-37 ആവും അല്ലേ. അപ്പൊ അത് ചെയ്താൽ ആദ്യം എന്താണ് ഉത്തരം നോക്കുക. അത് ചെയ്താൽ എന്താ ഉത്തരം കിട്ടുക? 21-37 ചെയ്താൽ 777 ആണ് ഉത്തരം കിട്ടുക. അത് ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്. പക്ഷേ 21-37 ആണ് നമുക്ക് ചെയ്യേണ്ടത്. അല്ല, നമുക്ക് ചെയ്യേണ്ടത് 2.1 × 3.7 ആണ്. 21-37 ചെയ്താൽ 777 ആണ് ഉത്തരം കിട്ടുക. പക്ഷെ 2.1 × 3.7 ചെയ്താൽ എന്താണ് ഉത്തരം കിട്ടുക? അത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അത് കാണാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ 2 നമ്പറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. ആദ്യത്തെ നമ്പറിൽ എന്താ പോയിന്റിന്റെ ബാക്കിലോട്ട് നോക്കുമ്പോൾ ഒരു സംഖ്യ ഉണ്ട്, ഇതിന് പോയിന്റ് ബാക്കിലോട്ട് ഒരു നമ്പർ ആണത് അല്ലേ. പോയിന്റ് ബാക്കിൽ എത്ര നമ്പറുകൾ ഉണ്ട് നോക്കുക. ഇതിന്റെ പോയിന്റ് ബാക്കിൽ ഒരു നമ്പർ, ഇതിന്റെ പോയിന്റ് ബാക്കിൽ ഒരു നമ്പർ അല്ലേ. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 1 1 കൂട്ടിയാൽ എന്താ 2 ആണ്. ഉത്തരത്തില് പോയിന്റിന്റെ ബാക്കിൽ 2 നമ്പർ കൊടുക്കണം. അപ്പൊ ഈ 7 ഈ 2 നമ്പറും പോയിന്റ് ബാക്കിലോട്ട് വരുന്ന രൂപത്തിൽ ഉത്തരാക്കി കഴിഞ്ഞാൽ അതാണ് അതിന് ഉത്തരമായിട്ട് വരിക. അപ്പൊ ചോദ്യത്തിൽ ആകെ എത്ര നമ്പർ പോയിന്റ് ബാക്കിലോട്ട് ഉണ്ട് നോക്കുക. ആദ്യത്തെ നമ്പറിൽ പോയിന്റ് ബാക്കിലോട്ട് ഒരു നമ്പർ, അടുത്ത നമ്പറിൽ പോയിന്റ് ബാക്കിലോട്ട് ഒരു നമ്പർ, അങ്ങനെ 1 1 2 ആണ് ചോദ്യത്തിൽ ആകെ പോയിന്റ് ബാക്കിലോട്ടുള്ള നമ്പറിന്റെ എണ്ണം അല്ലെ. അപ്പൊ ഉത്തരത്തിലും പോയിന്റ് ബാക്കിൽ 1 2 ആകെ 2 നമ്പർ വേണമെന്നുള്ള കാര്യം ആലോചിക്കുക. എത്രയേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇത് വേറെ ചോദ്യം. 3.1 × 1.5 3.1ന്റെ ഇടയിലുള്ള പോയിന്റ് വയ്ക്കാൽ അത് 31 ആണ്. അതുപോലെ 1.5ന്റെ ഇടയിലുള്ള പോയിന്റ് വയ്ക്കാൽ അത് 15 ആണ്. 31 15 മൾട്ടിപ്ലൈ ചെയ്യുന്ന ഉത്തരം കിട്ടുക. നമുക്കിത് ഇവിടെ കിട്ടിയിട്ടുണ്ട് 465 എന്നാണ് ഉത്തരം കിട്ടുക. അപ്പോൾ ഈ ചോദ്യം എന്താണ്? 31 × 15 ആണോ? അല്ല, അതിനിടയിൽ പോയിന്റ് ഉണ്ട്. 3.1 × 1.5 ആണ് ചോദ്യം അല്ലേ. അപ്പോൾ ചോദ്യത്തിൽ ആകെ പോയിന്റ് ബാക്കിൽ എത്ര നമ്പർ ഉണ്ട്? ഇവിടെ പോയിന്റ് ബാക്കിൽ ഒരു നമ്പർ, ഇവിടെയും പോയിന്റ് ബാക്കിൽ ഒരു നമ്പർ. അപ്പൊ അങ്ങനെ 1 1 എന്താ 2. ഉത്തരത്തിൽ എന്താ 2 നമ്പർ പോയിന്റ് ബാക്കിലോട്ട് പോകണം.
1 2 നമ്പർ പോയിന്റ് ബാക്കിലോട്ട് കൊടുത്താൽ ഇതെന്താ വരിക 4.65 വരിക. ഇതിന് ഉത്തരം ചെയ്താൽ നമുക്ക് 4.65 കിട്ടുക. സിമ്പിൾ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിന് ഉത്തരം എന്തായിരിക്കും വരിക? ഇതെന്താണ് 3 × 4.5 അല്ലേ? 3 × 4.5 ഇതിൽ പോയിന്റ് ഇല്ല, 4.5 പോയിന്റ് ഉണ്ട്, പോയിന്റ് ഒഴിവാക്കിയാൽ എന്താ 45 ആവും അല്ലേ? അപ്പോൾ ഈ ചോദ്യത്തിലുള്ള എല്ലാ പോയിന്റ് ഒഴിവാക്കിയാൽ 3 × 45 ആവും. 3 × 45 ചെയ്താൽ നമുക്ക് എന്താ ഉത്തരം കിട്ടുക? 135 എന്നാണ് ഉത്തരം കിട്ടുക. ചോദ്യം ശരിക്കും 3 × 45 ആണോ? അല്ല, 3 × 4.5 ആണ് ചോദ്യം. ചോദ്യത്തിൽ ആകെ പോയിന്റ് ബാക്കിൽ എത്ര നമ്പർ ഉണ്ട്? ഇവിടെ പോയിന്റ് ഇല്ല, ഇവിടെ എന്താ പോയിന്റ് ഉണ്ട്, പോയിന്റ് ബാക്കിൽ ഒരു നമ്പറാണ് ഉള്ളത്. അപ്പോൾ ചോദ്യത്തിൽ ആകെ നോക്കുമ്പോൾ ഇവിടെ ഇല്ല, അവിടെ ഒന്നുണ്ട്. അപ്പോൾ ചോദ്യത്തിൽ ആകെ പോയിന്റ് ബാക്കിൽ ഒരു നമ്പറേ ഉള്ളൂ. അപ്പോൾ പോയിന്റ് ബാക്കിൽ ഒരു നമ്പർ ആണെങ്കിൽ ഉത്തരത്തിലും പോയിന്റ് ബാക്കിൽ ഒരു നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഇത് പോയിന്റ് ബാക്കിൽ പോയി കഴിഞ്ഞാൽ 13.5 ആണ് ഇതിന്റെ ഉത്തരം വരിക. സിമ്പിൾ. അപ്പോൾ പോയിന്റിലെ നമ്പറുകൾ മൾട്ടിപ്പിൾ ചെയ്യാൻ നമ്മൾ പഠിച്ചു. ഇനി പോയിന്റിലെ നമ്പറുകൾ ഡിവൈഡ് ചെയ്യില്ലെങ്കിൽ നമുക്ക് നോക്കാം. 10.92 ഡിവൈഡ് ബൈ 2.1. ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പോയിന്റിലെ നമ്പറുകൾ മൾട്ടിപ്പിൾ ചെയ്യാനും ഡിവൈഡ് ചെയ്യാനും എന്താ ആദ്യം അതിന് പോയിന്റ് ഇല്ലാതെ എഴുതണം. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനിടയിൽ പോയിന്റ് ഒഴിവാക്കുക. 10.92 ആണ് ഇടയിലുള്ള പോയിന്റ് ഒഴിവാക്കി കഴിഞ്ഞാൽ എന്താ അത് 1092 ആവും. ഡിവൈഡ് ബൈ എന്താ 2.1 ആണ് ഇടയിലുള്ള പോയിന്റ് ഒഴിവാക്കിയാൽ അത് എന്താവും 21 ആവും. അപ്പോൾ ആദ്യം 1092 ഡിവൈഡ് ബൈ 21 ചെയ്താൽ എന്താ ഉത്തരം കിട്ടുക നോക്കുക. 1092 ഡിവൈഡ് ബൈ 21 ചെയ്താൽ നമുക്ക് 52 ആണ് ഉത്തരം കിട്ടുക. എത്രയാണ് ഉത്തരം? 52 ആണ് ഉത്തരം. പക്ഷെ നമുക്ക് ചെയ്യേണ്ട എന്താ 1092 ഡിവൈഡ് ബൈ 21 അല്ലേ ചെയ്യേണ്ടത്, അത് ചെയ്താൽ 52 ആണ് ഉത്തരം. പക്ഷെ നമുക്ക് ചെയ്യേണ്ടത് 10.92 ഡിവൈഡ് ബൈ 2.1 ആണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിന് ഉത്തരം എങ്ങനെ കാണുക? 1092 ഡിവൈഡ് ബൈ 21 ആണെങ്കിൽ 52 ആണ് ഉത്തരം. പക്ഷെ ഇതിന് പോയിന്റ് ഉണ്ട്, 10.92 ഡിവൈഡ് ബൈ 2.1 ആണെങ്കിൽ എന്താണ് ഉത്തരം വരിക? അത് നമുക്ക് കണ്ടത്. അപ്പോൾ നമ്മൾ മൾട്ടിപ്ലിക്കേഷനിൽ ചെയ്ത പോലെ തന്നെ ഇതിൽ നോക്കുക, പോയിന്റിന്റെ ബാക്കിൽ എത്ര നമ്പർ ഉണ്ട് നോക്കുക. ഇതിന്റെ പോയിന്റ് ബാക്കിൽ 1 2 ആകെ 2 നമ്പറാണ് ഉള്ളത് അല്ലേ? താഴെയോ 2 നമ്പറുകൾ ഉണ്ട്. ഏതൊക്കെയുണ്ട്? 10.92 ഉണ്ട്, 2.1 ഉണ്ട്. 10.92ന്റെ പോയിന്റ് ബാക്കിൽ 2 നമ്പറുകളാണുള്ളത്. 2.1ന്റെ പോയിന്റ് ബാക്കിൽ ഒരൊറ്റ നമ്പറേ ഉള്ളൂ അല്ലേ? പോയിന്റ് ബാക്കിലോട്ട് നോക്കുമ്പോൾ ഒരു നമ്പർ, ഇവിടെ പോയിന്റ് ബാക്കിലോട്ട് നോക്കുമ്പോൾ 2 നമ്പർ അല്ലേ? അപ്പൊ ആദ്യത്തെ നമ്പറിൽ പോയിന്റ് ബാക്കിൽ 2 നമ്പർ, അടുത്ത നമ്പർ പോയിന്റ് ബാക്കിലോട്ട് നോക്കുമ്പോൾ ഒരു നമ്പർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഉത്തരത്തിൽ പോയിന്റ് ബാക്കിൽ എത്ര നമ്പറാണ് വരിക എന്നറിയോ? മൾട്ടിപ്ലിക്കേഷനിലാവുമ്പോൾ നമ്മൾ രണ്ടും കൂടെ കൂട്ടുകയാണ് ചെയ്തത്. ഡിവിഷൻ ആകുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യത്തെ നമ്പറിന്റെ പോയിന്റിന്റെ ബാക്കിൽ എത്ര നമ്പർ ഉണ്ടോ അതിൽ നിന്ന് രണ്ടാമത്തെ നമ്പറിന്റെ പോയിന്റ് ബാക്കിൽ എത്ര നമ്പർ ഉണ്ട് എന്നത് കുറയ്ക്കണം. ഇതിന്റെ ബാക്കിൽ 2 എണ്ണം, ഇതിന്റെ ബാക്കിൽ 1, ഈ 2 1 കുറച്ചാൽ എന്താ 1 ആണ് അല്ലേ? അപ്പോൾ ആദ്യത്തെ നമ്പറിന്റെ പോയിന്റ് ബാക്കിലുള്ള എണ്ണത്തിന്റെ രണ്ടാമത്തെ നമ്പറിന്റെ പോയിന്റ് ബാക്കിലുള്ള എണ്ണം കുറയ്ക്കണം. 2 1 കുറച്ചാൽ എന്താ 1 ആണ്. അപ്പോൾ 2 1 കുറച്ചാൽ എന്താ 2 1 കുറച്ചാൽ 1 ആണ്. അതായത് ഉത്തരത്തിന്റെ പോയിന്റ് ബാക്കിൽ ഒരു നമ്പർ മാത്രം പറ്റുള്ളൂ. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ കുറയ്ക്കാണ് വേണ്ടത്. ഉത്തരത്തിന്റെ പോയിന്റ് ബാക്കിൽ ഒരു നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഇത് എന്താവും 5.2 ആവും. 10.92 ഡിവൈഡ് ബൈ 2.1 ചെയ്ത് നമുക്ക് 5.2 ആണ് ഉത്തരം കിട്ടുക. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം 35.37 ഡിവൈഡ് ബൈ 0.03. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഇതിന് പോയിന്റ് ഇല്ലാതെ എഴുതാം. 35.37 അല്ലേ? ഇതിനിടയിൽ പോയിന്റ് ഒഴിവാക്കി കഴിഞ്ഞാൽ എന്താവും 3537 ആവും അല്ലേ? അതുപോലെ തന്നെ ഡിവൈഡഡ് ബൈ 0.03 ആണ്. അതിൻ്റെ ഇടയിലുള്ള പോയിന്റ് ഒഴിവാക്കിയാൽ അത് എന്താവും 3 ആവും അല്ലേ? ഇതെന്താ 3 ആണ്. ഒരു നമ്പറിന്റെ മുമ്പിൽ പൂജ്യങ്ങൾ വന്നാൽ ഇതിന് വിലയില്ലാത്ത കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. 3ന് മുമ്പിൽ 2 0 കൊടുത്താൽ എന്താ ഇത് 3 തന്നെയാണ് വായിക്കുക. 3537 ഡിവൈഡ് ബൈ 3 ചെയ്താൽ എന്താ ഉത്തരം നമുക്ക് ആദ്യം നോക്കാം. 3537 ഡിവൈഡ് ബൈ 3 ചെയ്താൽ 1179 ആണ് ഉത്തരം കിട്ടുക. പക്ഷെ നമുക്ക് 3537 ഡിവൈഡ് ബൈ 3 ആണ് ചെയ്യേണ്ടത്. അല്ല, 3537 ഡിവൈഡ് ബൈ 3 ചെയ്താൽ 1179 ആണ് ഉത്തരം കിട്ടുക. പക്ഷെ നമുക്ക് ചെയ്യേണ്ടത് 35.37 ഡിവൈഡ് ബൈ 0.03 ആണ് ചെയ്യേണ്ടത്. ഇതിന്റെ ഉത്തരം എന്താ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? അപ്പൊ നേരത്തെ അതേപോലെ നോക്കുക. ആദ്യത്തെ നമ്പറിന്റെ പോയിന്റിന്റെ ബാക്കിൽ 2 എണ്ണ ഉള്ളത്, രണ്ടാമത്തെ നമ്പറിന്റെ പോയിന്റ് ബാക്കിൽ 2 എണ്ണ ഉള്ളത് അല്ലേ? അപ്പൊ ഉത്തരത്തിന്റെ പോയിന്റ് ബാക്കിൽ എത്ര എണ്ണ വേണ്ടത്? ആദ്യത്തെ നമ്പറിന്റെ പോയിന്റ് ബാക്കിലുള്ള എണ്ണത്തിന് രണ്ടാമത്തെ നമ്പറിന്റെ പോയിന്റ് ബാക്കിലുള്ള എണ്ണം കുറയ്ക്കുക. 2ന്ന് 2 കുറച്ചാൽ എന്താ 2ന്ന് 2 കുറച്ചാൽ 0 ആണ്. അതായത് ഉത്തരത്തിന്റെ പോയിന്റിന്റെ ബാക്കിൽ ഒരു നമ്പറും കൊടുക്കേണ്ട, ഇത് തന്നെയാണ് ഉത്തരം വരിക. 1179 തന്നെയാണ് ഇതിന് ഉത്തരം. അപ്പൊ ഉത്തരത്തിന്റെ പോയിന്റ് ബാക്കിൽ ഒരു നമ്പറും കൊടുക്കേണ്ട, 2ന്ന് 2 കുറച്ചാൽ 0 ആണ്. സിമ്പിൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ളത്. ഇത്രയും കാര്യം ഇപ്പോൾ ഇതോടുകൂടി നിങ്ങൾ പോയിന്റിലെ നമ്പറുകൾ കൂട്ടുന്ന പോലെ തന്നെയായിട്ട് കുറയ്ക്കാനും പഠിച്ചിട്ടുണ്ടായിരിക്കും. മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചു, ഡിവിഷനും പഠിച്ചു. എന്നാലും നമുക്കിതിൽ ചില കണക്കുകളൊക്കെ ചെയ്യുമ്പോൾ ചില കൺഫ്യൂഷൻസ് ഒക്കെ വരും.
അങ്ങനെ ചെറിയ കണക്ക് ഞാൻ തരാം. ഇതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി കഴിയുന്നുണ്ടോ നോക്കുക. ഇത് ചെയ്യാൻ വേണ്ടി കഴിയുന്നുണ്ടെങ്കിൽ അതൊരു ഉത്തരം കമന്റ് ബോക്സിൽ ഇടുക. ഒരുപാട് ആൾക്കാർ തെറ്റിക്കും, പക്ഷെ പ്രശ്നമില്ല. നമുക്കിതുപോലെ കൺഫ്യൂഷനുള്ള ചോദ്യങ്ങളും എല്ലാ കാര്യങ്ങളും ഇന്ന് വൈകുന്നേരം 7:30 ലൈവിലും പഠിക്കാം കേട്ടോ. അപ്പോൾ പോയിന്റുള്ള നമ്പറുകൾ കൂട്ടാൻ വേണ്ടി നമ്മൾ പഠിച്ചു, അതുപോലെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യാൻ നമ്മൾ പഠിച്ചു, അതുപോലെ ഡിവൈഡ് ചെയ്യാൻ നമ്മൾ പഠിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക. പിന്നെ ഇതിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുന്ന ഒരുപാട് രൂപത്തിലുള്ള ചോദ്യങ്ങളുണ്ട്. അപ്പോൾ പോയിന്റുള്ള നമ്പറുകൾ രൂപത്തിലുള്ള ഏത് ചോദ്യം തന്നാലും അതിന് ഉത്തരം കാണാനൊക്കെ നമുക്ക് ഇന്ന് വൈകുന്നേരം 7:30 പഠിക്കാം. ഇന്ന് വൈകുന്നേരം 7:30 ലൈവിൽ തന്നെ നമുക്ക് മാത്സ് എക്സാമിന്, ആനുവൽ എക്സാമിനുള്ള മാത്സ് എക്സാമിന് വരുന്ന എല്ലാ ചോദ്യങ്ങളും അതിന് ഉത്തരം എങ്ങനെ ചെയ്യാനുള്ള കാര്യങ്ങൾ മുഴുവൻ കിട്ടുമ്പോൾ എനിക്ക് ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞുതരും കേട്ടോ. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തെ ലൈവ് കാണാൻ മറക്കാതിരിക്കുക. പിന്നെ നമ്മുടെ കമന്റ് സെക്ഷനിൽ നിങ്ങൾക്ക് വേണ്ട വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട്. വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത എക്സാമിൻ്റെ നോട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് തന്നെ താഴെ ലിങ്ക് കാണാം. നമ്മുടെ ലൈവ് ചാറ്റിൽ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് തൊട്ട് മുകളിൽ നമ്മുടെ 7ാം ക്ലാസ്സിൻ്റെ ബാച്ച്, സൂപ്പർ ബാച്ചിൻ്റെ ഒരു ലിങ്ക് കൂടെ കാണാം. ആ ലിങ്ക് ഒരു ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് ആണ്. ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുന്ന ആൾക്കാർക്ക് അടുത്ത വർഷം ഓഫറോട് കൂടി നമ്മുടെ USSും 7ാം ക്ലാസ്സിനും കൂടെ ബാച്ചിൽ ജോയിൻ ചെയ്യാനും കഴിയും കേട്ടോ. അപ്പോൾ ഈ വർഷത്തെ കുട്ടികൾക്ക് മാത്രമാണ് ആ ഗൂഗിൾ ഫോം കൊടുക്കുന്നത്. അതിൽ ആദ്യം ഫില്ല് ചെയ്യുന്ന 1000 ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ ആ ഓഫർ. അപ്പോൾ താഴെ കാണുന്ന ആ ക്ലാസ് 7ൻ്റെ സൂപ്പർ ബാച്ചിൻ്റെ ഗൂഗിൾ ഫോം കൂടെ ഫില്ല് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. താഴെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് ഇന്ന് വൈകുന്നേരം 7:30 ലൈവിൽ കാണാം. മുഴുവൻ കാര്യങ്ങളും സെറ്റായിട്ട് പഠിച്ചെടുക്കുക. ബൈ ബൈ.